ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്കിയുടെ റെസ്ക്യൂ അതുപോലെ തന്നെ സർവൈവൽ വീഡിയോ ആണ്. അപ്പോൾ ഇവനെ റെസ്ക്യൂ ചെയ്യാനായിട്ട് നമ്മളെ ഇൻഫോം ചെയ്തത് നമ്മുടെ ആക്ട്രസ് ആൻഡ് സിംഗറായിട്ടുള്ള ചിത്ര അയ്യറാണ്. ചിത്ര അയ്യർ പറഞ്ഞിട്ടാണ് ഇവന് പുനലൂരിൽ നിന്നാണ് റെസ്ക്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടീമിൽ തന്നെ നമ്മുടെ ചേട്ടനായിട്ടുള്ള രതീഷ് ചേട്ടനാണ് പോയി ഇവനെ എടുക്കുന്നത്. ഇവനെ ആദ്യം തന്നെ വെറ്റിനറി ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. അപ്പോൾ അവിടെ എക്സ്റേ എടുത്ത സമയത്ത് ഡോക്ടർ പറഞ്ഞിരുന്നത് 2 ഹിപ്പ് ബോണും പൊട്ടി. സോ ഇവന് വലിയ രക്ഷയില്ല, മിക്കവാറും ഇങ്ങനെ കിടന്നു പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നമുക്ക് പക്ഷേ ഇവനെ അങ്ങനെ അങ്ങ് വിട്ട് കളയാൻ താല്പര്യമില്ലായിരുന്നു. സോ നമ്മുടെ ഫോസ്റ്റർ ഹോമിൽ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ ഇവൻ ചെറുതായിട്ട് വാലനക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു ഹോപ്പായിരുന്നു. അങ്ങനെ ഇവനെ മാക്സിമം കെയർ ആൻഡ് ലവ് അതുപോലെ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ നോക്കുമ്പോൾ ഇവനിങ്ങനെ ഈ ഫ്രണ്ടിലത്തെ 2 കയ്യിലിങ്ങനെ നിന്നിട്ട് ബാക്കിലത്തെ കാലിങ്ങനെ ചെറുതായിട്ട് കുത്തുന്ന പോലെ ഞങ്ങൾ കണ്ടു. അങ്ങനെയാണ് നമുക്ക് ഫുള്ളി ഹോപ്പ് വന്നത്. അങ്ങനെ നമ്മൾ ഡെയിലി അവന് ഫിസിയോതെറാപ്പി കൊടുക്കാൻ തുടങ്ങി, വാട്ടർ ഫിസിയോതെറാപ്പി കൊടുക്കാൻ തുടങ്ങി. സോ അങ്ങനെ ഇവൻ ഏകദേശം ഒരു 1.5 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ 2 കാലിൽ എണീറ്റ് ആ ബാക്കിലത്തെ 2 കാല് നന്നായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു ഞങ്ങൾക്ക്. കാരണം ഒട്ടും പ്രതീക്ഷയില്ല എന്നൊക്കെ പറഞ്ഞാണ് നമ്മളിവനെ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ഒരു രീതിയിൽ അതൊരു എന്താ പറയുക, നമ്മൾ സ്നേഹം കൊടുത്താൽ എന്തും മാറ്റാൻ പറ്റും എന്നൊക്കെ നമ്മൾ വലിയ ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ അത് പ്രൂവ് ചെയ്ത പോലെ ആയിപ്പോയി. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവൻ അത്ര ക്യൂട്ടായിട്ടുള്ളൊരു ഡോഗായിരുന്നു. ഭയങ്കര, നിങ്ങൾക്ക് മുഖം കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. അങ്ങനെ ഇവൻ ഫുള്ളി ഇപ്പോൾ റിക്കവറായി. നിങ്ങൾക്ക് ഇപ്പോഴും ഈ വീഡിയോ ഇത് ആക്ച്വലി ഇവനെ കൊണ്ടുവന്നിട്ട് ഒരു 2 മന്ത്സ് ആയ സമയത്തുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് കാണാം ബാക്കിലെ ആ ഒരു കാല് ഫ്രാക്ചർ വരുന്ന സമയത്ത് നമ്മുടെ കാല് തേമ്പി ഇരിക്കുന്ന പോലെ, ഒരു മെലിഞ്ഞിരിക്കുന്ന പോലെയാണ് അവൻ്റെ ബാക്കിലത്തെ വശം ഇരിക്കുന്നത്. പക്ഷേ എങ്കിലും അവൻ ആ കാല് യൂസ് ചെയ്യുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ അവൻ്റെയും ഒരു വിൽ പവറും അതുപോലെ തന്നെ നമ്മുടെ സ്നേഹം, കെയർ അതൊക്കെ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അപ്പം ഇവൻ ഇപ്പോൾ ആക്ച്വലി ഫുള്ളി റിക്കവറായി. ഇത് ഏകദേശം ഒരു 4-5 മന്ത്സ് ബാക്കുള്ളതാണ് ഇവൻ്റെ റെസ്ക്യൂ ഒക്കെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ ഫുള്ളി റിക്കവറായതിന് ശേഷം ഇവനൊരു നല്ല വീട് കണ്ടുപിടിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ഗൈസ്, അപ്പം നമ്മുടെ ഈ ബ്ലാക്കിയുടെ റെസ്ക്യൂവിനും അതുപോലെ തന്നെ നമ്മുടെ ഇവൻ്റെ ഫോസ്റ്ററിങ് ആണെങ്കിലും മെഡിസിനൽ എക്സ്പെൻസ് ആണെങ്കിലും ഇവൻ്റെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ടൈമിൽ എല്ലാ എക്സ്പെൻസും വഹിച്ചിരുന്നത് നമ്മുടെ ചിത്ര അയ്യർ തന്നെയാണ്. അതിന് വളരെയധികം നന്ദിയുണ്ട് ഇവനെ രക്ഷിക്കാൻ ഹെൽപ്പ് ചെയ്തതിന്. സോ എന്തായാലും ചേച്ചിക്കും കൂടെ ഉള്ളൊരു ക്രെഡിറ്റാണ് ഇവൻ്റെ റിക്കവർ. സോ എന്തായാലും ഇവൻ ഇപ്പോൾ ഫുള്ളി റിക്കവേർഡാണ് ഗൈസ്. അപ്പം ഞങ്ങൾക്ക് ഇവനെ കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല. പക്ഷേ എപ്പോഴായാലും അവനൊരു നല്ല വീട്, ഒരു ഫോറെവർ ഹോം അത്യാവശ്യമാണ്. സോ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ നമ്മുടെ ബ്ലാക്കിക്ക് ഒരു നല്ല വീട് കണ്ടെത്താൻ സഹായിക്കണം. സോ ഇപ്പം നമ്മുടെ ഷോപ്പിൽ തന്നെയാണ് ഇവൻ ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് കാണാം അവൻ എത്ര കൂളായിട്ടാണ് ആ ബാക്കിലത്തെ കാല് യൂസ് ചെയ്യുന്നതെന്ന്. സോ ദൈവം സഹായിച്ച് അവനൊരു പ്രശ്നവും ഇല്ല. അവൻ അതുപോലെ തന്നെ ഫുള്ളി വാക്സിനേറ്റഡ് ആണ്. എല്ലാവർക്കും ഒരു മിറാക്കിളായിരുന്നു ഇവൻ്റെ റിക്കവറി. എന്തായാലും ഞങ്ങളും ഹാപ്പിയാണ്, ബ്ലാക്കിയും വളരെ ഹാപ്പിയാണ്. അപ്പം നല്ലൊരു വീട് അവന് കണ്ടെത്താൻ സഹായിക്കാം. സോ താങ്ക് യു ഗൈസ്, ബൈ.